ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പ്രചരണ യോഗത്തിൽ സംബന്ധിച്ച ഒരു സ്ത്രീ മറിയം ആലം ഖാൻ, ഇങ്ങനെ ഒരു സ്ത്രീ, അവർ സൽമാൻ ഖുർഷീദ് എന്ന കോൺഗ്രസ് നേതാവിൻ്റെ അനന്തരവളാണ്. അവർ പറഞ്ഞു, നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ജിഹാദ് ചെയ്യണം, വോട്ട് ജിഹാദായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. വലിയ ബഹളമായി കേസെടുത്തു എന്നൊക്കെ പറയുന്നു. എന്ത് കേസെടുക്കാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ നോക്കിയേ, ജിഹാദ് എന്നതിന് മുസ്ലിങ്ങൾ കൊടുക്കുന്ന അർത്ഥം വിശുദ്ധ യുദ്ധം എന്നാണ്. വിശുദ്ധമായ ഒരു പ്രവൃത്തി കുറ്റകരമാകുമോ? ഇല്ലല്ലോ. ജിഹാദ് എന്ന് പറയുന്നത് കുറ്റകരമല്ല. ഇന്ത്യൻ പീനൽ കോഡിൽ കുറ്റകരമൊന്നുമല്ല ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദിൻ്റെ അർത്ഥം പല രീതിയിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാണ് ഈ വോട്ട് ജിഹാദ് വലിയൊരു വിവാദമായിട്ട് മാറിയത്. നമ്മൾ ലവ് ജിഹാദ് കേട്ടു, ലാൻഡ് ജിഹാദ് കേട്ടു, അങ്ങനെ പലവിധ ജിഹാദുകൾ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ചാണ് ഒരു വാക്കിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. വാക്കുകൾക്ക് പലപ്പോഴും വാക്കുകളുടെ അർത്ഥമല്ല, ആ കോണ്ടെക്സ്റ്റിൽ കിട്ടുന്ന ഒരു അർത്ഥമാണ്. നമ്മൾ സ്നേഹബുദ്ധിയ ഒരാളിനോട് പറയുന്നു, അപ്പോൾ പിന്നെ കാണാം എന്ന് പറയുന്നു. അതിനർത്ഥം എന്താ? പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും കാണാം, അല്ലെങ്കിൽ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, സന്തോഷമായിട്ട് പിരിയും. ഇത് തന്നെ പിന്നെ കാണാം എന്ന് പറഞ്ഞാലോ, നിന്നെ കണ്ടോളാമിടാ എന്നൊരർത്ഥമാണ്. കണ്ടോളാം എന്ന് പറഞ്ഞാൽ കൊല്ലാം എന്ന് വരെ അർത്ഥമുണ്ട്. കോടതികളിൽ ക്രിമിനൽ കേസിൽ ഇതൊക്കെ വരാറുണ്ട്. നിന്നെ എടുത്തോളാം, നിന്നെ കണ്ടോളാം എന്നൊക്കെ പറയുന്നത് ഭീഷണിയായിട്ടാണ് കോടതികൾ അംഗീകരിക്കുന്നത്. അത് ആ വാക്കിൻ്റെ അർത്ഥം നിന്നെ എടുത്തോളാം എന്ന്, നിന്നെ എടുത്ത് പൊക്കി പിടിച്ചോളാം എന്നുള്ള അർത്ഥമല്ലേ? അല്ലേ? നിന്നെ പിന്നെ കണ്ടോളാം, കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്ന് കണ്ടോളാം, ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കോടതി സമ്മതിക്കില്ല. നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറയുന്നു, പിറ്റേ ദിവസം കൊലപാതകം നടക്കുന്നു. അപ്പോൾ തലേ ദിവസം ഭീഷണി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വാക്കുകളുടെ അർത്ഥത്തിന് പലവിധ മാനങ്ങൾ വരും. പീഡനം എന്നുള്ള വാക്ക് നിങ്ങൾ നോക്കുക. ഇപ്പോൾ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് പീഡിപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ? പള്ളിയിൽ അച്ഛന്മാർക്ക് പേടിയാണ്. പീഡാനുഭവ തിരുനാൾ എന്നൊക്കെ പറയാൻ അച്ഛന്മാർക്ക് പേടിയാണ്. ഇപ്പോൾ പീഡിപ്പിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മാറി. നേരത്തെ ഈ അർത്ഥം ഉണ്ടായിരുന്നില്ല. വെറുതെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അടി കൊടുക്കുക, ഇതിനൊക്കെ പീഡിപ്പിക്കുക എന്ന് പറയും. അടുക്കളയിൽ അമ്മ മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തി അരക്കിടി, ഈ പാത്രവും കഴുകി വയ്ക്കടി എന്നൊക്കെ പറയുന്നതിനാണ് പീഡനം. മനസ്സിലായോ? ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് സംഭവം മാറി. ഇതുപോലെ ഈ ജിഹാദിൻ്റെ അർത്ഥവും മാറി. അത് മുസ്ലിങ്ങൾക്കും അറിയാം, അമുസ്ലിങ്ങൾക്കും അറിയാം ജിഹാദിൻ്റെ അർത്ഥം മാറി എന്നുള്ളത്. അതുകൊണ്ട് ജിഹാദി എന്ന് പറഞ്ഞാൽ ഒരു ഭീകരവാദിയാണ്, അപകടകാരിയാണ് എന്നുള്ള അർത്ഥം വന്നു. അല്ലാതെ വിശുദ്ധ യുദ്ധം നടത്തുന്ന ആൾ എന്നുള്ള അർത്ഥമൊന്നും അല്ല അതിനുള്ളത്. ജിഹാദി എന്ന് പറഞ്ഞാൽ കുഴപ്പക്കാരനാണ്. ഒന്ന്, അവൻ നുഴഞ്ഞുകയറ്റക്കാരനാവാം, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ആയുധധാരിയാവാം, ഭീകരപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരാം. ഇതൊക്കെ ചേർത്തുള്ള ഒരു വിളിയാണ് ജിഹാദി. എന്നാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പറയും, അല്ല ഞാൻ ജിഹാദ് ചെയ്യുന്ന ആൾ ജിഹാദി എന്ന് ഞാൻ പറഞ്ഞു. വ്യാകരണം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ പലപ്പോഴും കോടതിയിൽ നടക്കുകയില്ല. വ്യാകരണം പറഞ്ഞല്ല, നീ ജിഹാദി എന്ന് വിളിച്ചത് ഇന്ന ഉദ്ദേശത്തിലാണ് എന്ന് പറയും. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് പ്രധാനമാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. സ്ഥലം ഉത്തർപ്രദേശാണ്. പ്രസംഗിക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീയാണ്. അവരാണ് വോട്ട് ജിഹാദ് എന്ന് പറയുന്നത്. അപ്പോഴാണ് അത് വിവാദമായത്. വോട്ട് ജിഹാദ്, ജിഹാദ് വോട്ടിലൂടെ. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് നടക്കുന്നില്ലേ? ഓൾറെഡി നടക്കുന്നില്ലായിരുന്നോ? ഉണ്ട്. കേരളത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം എത്രയുണ്ട് ഓരോ നിയോജക മണ്ഡലത്തിലും എന്ന് നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്, ഇല്ലേ? ഏകദേശം എല്ലാ പാർട്ടികളും, ഒരു പക്ഷേ എക്സെപ്ഷൻ എന്ന് പറയാൻ BJPക്കാണുള്ളത്. BJPക്ക് മുസ്ലിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്താതെ പോകാറുണ്ട്. അത് വേറെ കാര്യം. ആൾ വേണ്ടേ നിൽക്കാനൊരു അല്പം സ്റ്റേച്ചറുള്ള ആൾ കയ്യിലില്ല, അതുകൊണ്ട് നിർത്തിയില്ല എന്നുള്ള. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഈ പറഞ്ഞ
മുസ്ലിങ്ങളിൽ എവിടെയാണ് എത്ര ശതമാനമുണ്ട് എന്നൊക്കെ നോക്കി തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അതുകൊണ്ടാണ് മലപ്പുറത്ത് ഈ ജന്മം എപ്പോഴെങ്കിലും അമുസ്ലിമായ ഒരാൾ ജയിച്ചു വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പാർട്ടി ഏതുമായിക്കോട്ടെ, മുസ്ലിം ലീഗ് നാളെ ചിലപ്പോൾ പൊളിഞ്ഞ് ചിഹ്ന ഭിന്നമായി പോയി എന്ന് വരും. അവിടെ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്ന് വരും, എന്നാൽ അയാൾ മുസ്ലിമായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാളെ നിർത്തിയാൽ അയാൾ മുസ്ലിമായിരിക്കും. ഇതാണ് മലപ്പുറത്തിൻ്റെ. അപ്പോൾ ഈ വോട്ട് ജിഹാദ് ഇപ്പോഴൊന്നും അല്ല, എത്രയോ കാലമായി നിലവിലിരിക്കുന്നത്. ആദ്യം ഈ സ്ത്രീ അങ്ങ് തുറന്നു പറഞ്ഞു, ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഈ വോട്ട് ജിഹാദ് നിലവിലുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ സകല തെരഞ്ഞെടുപ്പിലും ഈ വോട്ട് ജിഹാദുണ്ട്. വോട്ട് ജിഹാദ് നടന്ന ഒരു സംഭവം ഞാൻ പറയാം. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു. 1965 തെരഞ്ഞെടുപ്പ് കേരളത്തിൽ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ CPI ആണോ വലുത്, CPM ആണോ? CPMൻ്റെ യഥാർത്ഥ പേര് CPI ബ്രാക്കറ്റിൽ M എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബ്രാക്കറ്റിൽ മാർക്സിസ്റ്റ്. അതിന് CPIക്കാരൻ നമ്മുടെ കണിയാപുരം രാമചന്ദ്രൻ CPMനെ കളിയാക്കിക്കൊണ്ട് പറയും, പ്രസവ വാർഡ് ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം എന്നെഴുതിയ ഏർപ്പാടാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അല്ലാതെ പിന്നെ ദീനദയാൽ ഉപാധ്യായ ആകാൻ പറ്റില്ലല്ലോ. ഇതാണ് കണിയാപുരം രാമചന്ദ്രൻ്റെ പോയിൻ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ട് പിന്നെ ബ്രാക്കറ്റിൽ എന്തിനാണോ മാർക്സിസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്? മാർക്സിസ്റ്റ് അല്ലാതെ വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? കണിയാപുരം രാമചന്ദ്രൻ്റെ ചോദ്യം കറക്റ്റാണ്. അതാണ് പുള്ളി പറഞ്ഞത്, പ്രസവ വാർഡ് എന്ന് എഴുതിയിട്ട് പിന്നെ ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം എന്ന് എഴുതുന്ന മാതിരി ഒരു ഭൂപ്രത്തിലാണ് നിങ്ങളുടെ പേര് എന്ന്. അന്ന് ഒരു വലിയ വഴക്കിലായിരുന്നു. CPIയും CPMും ഭയങ്കര വഴക്കിൽ. ഇതിൽ ആരാണ് വലിയവൻ എന്ന് തെളിയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് 1965 വന്നിരിക്കുന്നു. അന്ന് EMS നമ്പൂതിരിപ്പാട് മുസ്ലിം ലീഗുമായിട്ട് ഒരു രഹസ്യധാരണ ഉണ്ടാക്കി. ഇന്നിപ്പോൾ രഹസ്യധാരണയില്ലേ, EPJ നന്ദകുമാർ വഴി, ശോഭാ സുരേന്ദ്രൻ നന്ദകുമാർ വഴി, ഇങ്ങനെയൊക്കെയുള്ള രഹസ്യധാരണ. ഇപ്പോൾ നടക്കുന്നു TV സംഗതിയൊക്കെ ഉള്ളതുകൊണ്ടില്ല. അന്ന് ഈ TVയും പരിപാടിയൊന്നുമില്ല, പത്രം മാത്രമേ ഉള്ളൂ. അന്നത്തെ പത്രങ്ങൾ വായിച്ചവർക്ക് സാഹചര്യം ഓർമ്മയുള്ളവർക്കൊക്കെ അറിയാം. 65 EMS മുൻകൈ എടുത്തിട്ട് ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തെ, മുസ്ലിം ലീഗിനെ മുഖ്യധാരയിലേക്ക്, അന്ന് മുസ്ലിം ലീഗ് വരാം, അവർ അല്പം അൺടച്ചബിളാണ്. ഇന്നത്തെ BJPയെ പോലെയാണ് അന്ന് മുസ്ലിം ലീഗ് നിൽക്കുന്നത്. അവർക്ക് കുറേ സീറ്റ് കിട്ടും മലപ്പുറം ജില്ലയിലെ അവരുള്ളതുകൊണ്ട്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ അക്സെപ്റ്റബിലിറ്റി ആയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ തുടരണോ വേണ്ടേ, കോൺഗ്രസും അവരെ തുടരണോ വേണ്ടേ, ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് അവർ. ആ സമയത്ത് ധൈര്യമായിട്ട് നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഞങ്ങൾക്ക് വോട്ട് ചെയ്യില്ല, അത് കഴിഞ്ഞിട്ട് വോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും തരികിട കളിച്ചിട്ട് നിങ്ങളെ കൂടെ മന്ത്രിസഭയിലേക്ക് എടുക്കാം. അങ്ങനെ മുസ്ലിം ലീഗ് വോട്ട് ചെയ്തു. അവരുടെയും കുറേ പേർക്ക് വോട്ട് ചെയ്തു. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ CPMന് വോട്ട് ചെയ്തു. അങ്ങനെയാണ് CPM ആണ് വലുത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത്. CPI തീരെ ചെറുതുമായി പോയി. ആ അപ്പർ ഹാൻഡിൽ നിന്ന് പിന്നെ CPM ഒരു ഇഞ്ച് വിട്ടുകൊടുത്തിട്ടില്ല. അവർ തമ്മിൽ പിന്നെയും ചേർന്നു, പിന്നെയും പിണങ്ങി, പിന്നെയും ചേർന്നു, പിന്നെയും പിണങ്ങി. 2-3 തവണ ഉണ്ടായി CPI CPM. പക്ഷേ CPMൻ്റെ അപ്രമാദിത്വം തുടർന്നു. 65 ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. 2 വർഷം കേരളം ഗവർണർ ഭരണത്തിൽ കിടന്നു. 67 വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗികമായിട്ട് EMS സപ്തകക്ഷി മുന്നണി, ഐക്യമുന്നണി, IMU എന്നാണ് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതുണ്ടാക്കി അതിൽ ഔദ്യോഗികമായിട്ട് മുസ്ലിം ലീഗിനെ പാർട്ടിയാക്കി, ഘടകകക്ഷിയാക്കി. ഇതല്ലേ വോട്ട് ജിഹാദ്? ഇതാണ് വോട്ട് ജിഹാദ്. വോട്ട് ജിഹാദ് വഴിയാണ് മുസ്ലിം ലീഗ് മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടിയായത്. അങ്ങനെ അവർ ഐക്യമുന്നണി എന്ന സപ്തകക്ഷി മുന്നണിക്ക് അക്സെപ്റ്റബിളായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കെട്ടിപ്പടുത്ത UDFന് അക്സെപ്റ്റബിളായി. ഇപ്പുറത്ത് ഐക്യമുന്നണി എന്നുള്ള പേര് മാറ്റി LDF എന്നാക്കി. അവർക്കും ഇപ്പോൾ അക്സെപ്റ്റബിളാണ് മുസ്ലിം ലീഗ്. BJPക്കും അക്സെപ്റ്റബിളാണ്. തെറ്റൊന്നുമില്ല, ഞാനതിൽ കുറ്റം പറയുകയല്ല കേട്ടോ. പക്ഷേ ഈ വോട്ട് ജിഹാദ് വഴിക്കാണ് ഇവർ വന്നത്. അത് നിഷേധിക്കാൻ സാധ്യമല്ല. ഇപ്പോഴും വോട്ട് ജിഹാദ് എന്നുള്ള ആയുധം അവരുടെ കയ്യിലിരിക്കുന്നു. ഈ സ്ത്രീ, എന്താ അവരുടെ പേര്, മറിയം ആലം ഖാൻ. ഈ പേരൊക്കെ ഓർമ്മയിൽ നിൽക്കാൻ വലിയ പ്രയാസമാണ്.
ഏതായാലും മറിയം ആലം ഖാൻ അറിയാതെ ഒരു സത്യം പറഞ്ഞതാണ്. നിയമദൃഷ്ട്യ അവർ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇപ്പം തിരഞ്ഞെടുപ്പിൽ ആരെന്ത് സംസാരിച്ചു കഴിഞ്ഞാലും കേസെടുക്കുന്ന കാലമാണ്. മോദിയുടെ പേരിൽ ഒരുപാട് കേസും പരാതിയൊക്കെ കിടക്കില്ല. ഇലക്ഷൻ കമ്മീഷനിൽ അവിടെ ഇവിടെ പോലീസിൽ പട്ടാളത്തിലൊക്കെ പരാതി കൊടുത്ത് വെച്ചിട്ട് വാ തുറന്നാൽ പരാതിയാണ്. അതുകൊണ്ട് ഈ സ്ത്രീയുടെ പേരിലും സൽമാൻ ഖുർഷിദിൻ്റെ പേരിൽ അങ്ങനെ അത് കേട്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു പോലും അങ്ങേരുടെ പേരിലും ഒക്കെ കേസൊക്കെ എടുത്തിട്ടുണ്ട്. കേസല്ല ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഹ നിങ്ങൾ നോക്കി ആരും പിന്നെ ഈ കേസിനെ പറ്റിയൊന്നും മിണ്ടാൻ പോകുന്നില്ല. ബട്ട് ഈ സാധനം നിലനിൽക്കും, വോട്ട് ജിഹാദ് എന്നുള്ള സാധനം നിലനിൽക്കും. അത് എത്രയോ കാലമായി കേരളത്തിന് വെളിയിൽ ഭാരതത്തിലെ പല സ്ഥലങ്ങളിൽ ഈ വോട്ട് ജിഹാദ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ത്രീ ഇത് വിളിച്ചു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ സംഗതി കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ആ ജിഹാദികൾക്ക് ചെയ്യേണ്ട പോലെ അവർ ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റ് ചെയ്യേണ്ട പോലെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അതിനാൽ ഈ വാക്ക് ഒരാൾ ബോൾഡായിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ള വ്യത്യാസം. ഈ പ്രക്രിയ ഭാരതത്തിൽ വളരെ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് സാരം. താങ്ക് യു.